സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി നീക്കിവെച്ചപ്പോഴും അവരുടെ സമ്പത്ത് മുഴുവനും അല്ലാഹുവിന്റെ വഴിയിൽ ചെലവഴിച്ചപ്പോഴും അവർ ആശങ്കയിലാണ്, പേടിയിലാണ്. അല്ലാഹ് മരിച്ചു പോകണമല്ലോ, മരിച്ചാൽ ഖബറിൽ കിടക്കണമല്ലോ, ചെയ്തു വെച്ച അമലുകൾ അല്ലാഹ് സ്വീകരിച്ചിട്ടുണ്ടോ, അല്ലാഹ് കബൂൽ ചെയ്തിട്ടുണ്ടോ, അതിനെക്കുറിച്ചുള്ള വേവലാതിയാ. ഈ പേടിയല്ലേ മുഅ്മിനീങ്ങളെ നമുക്കില്ലാതായി പോയത്. നമുക്കെന്തുകൊണ്ടാണ് നമ്മളെ ഇബാദത്തുകളിൽ രസം ലഭിക്കാത്തത്? എന്തുകൊണ്ടാണ് അല്ലാഹുവിലുള്ള ആരാധനയിൽ സുഖം ലഭിക്കാത്തത്? എന്തുകൊണ്ടാണ് ഖുർആൻ ഓതുമ്പോഴേക്ക് ഉറക്കം വരുന്നത്? നിസ്കാരമൊന്ന് അല്പം നീണ്ടുപോകുമ്പോഴേക്ക് വിഷമം തോന്നുന്നത്? അതിന്റെ കാരണം ബഹുമാനപ്പെട്ട ശഅറാനി ഇമാം റളിയല്ലാഹു അൻഹു തന്റെ ശിഷ്യന്മാരോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതേ മക്കളെ, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം അത് ഹലാലാണെന്ന് ഉറപ്പില്ലാത്തതായതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇബാദത്തിൽ രസം ലഭിക്കാത്തത്? ബഹുമാനപ്പെട്ട ശഅറാനി ഇമാം റളിയല്ലാഹു അൻഹു പറയാണ്, ഒന്നുമല്ല പ്രധാനപ്പെട്ട കാരണം കഴിക്കുന്ന ഭക്ഷണം ഹലാലാണെന്ന് ഉറപ്പില്ലാത്തതാണ്. ആലോചിച്ചു നോക്കൂ നിങ്ങൾ, നമ്മൾ കയറുന്ന ഹോട്ടലുകളുടെ അവസ്ഥ എന്താണ്? നാം കഴിക്കുന്ന ഏതെല്ലാം AFC-യും KFC-യും തുടങ്ങി നമ്മൾ പല കച്ചവടങ്ങൾ ആരും കച്ചവട സ്ഥാപനത്തെ പറയുകയല്ല, മറിച്ച് ആ കഴിക്കുന്ന ഭക്ഷണം ഹലാലാണോ, അറബ് ശരിയാണോ, നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കാറുണ്ടോ? അല്ലാഹു തആല നമ്മളെ ഇബാദത്തുകൾ സ്വീകരിക്കാനും അതിൽ രസം ലഭിക്കാനും എന്തു വേണം? ശഅറാനി ഇമാം റളിയല്ലാഹു അൻഹു പറയാണ്, ഹലാലായ ഭക്ഷണം കഴിച്ചേ പറ്റൂ. ഇനി നമ്മളെ വരുമാനത്തിലേക്ക് വരൂ നിങ്ങൾ. സുബ്ഹാനല്ലാഹ്, ഞാൻ ഇന്നലെയും ഒരു കൂട്ടുകാരനോട് സംസാരിച്ചപ്പോൾ ആ കൂട്ടുകാരനും പറയുന്നത്, അതെ, ആ 1,00,000 രൂപ ഇട്ടാൽ 5,000 രൂപ ലാഭം തരാമെന്ന് പറയുമ്പോൾ അപ്പോഴേക്കതാ കൊണ്ടുപോയി പണം നിക്ഷേപിക്കുന്നു. സ്വന്തം ഭാര്യയുടെ സ്വർണവും എല്ലാം കൊണ്ടുപോയി വിൽപ്പന നടത്തിയിട്ട് 1,00,000-ന് 5,000 കിട്ടുമെന്ന് പറഞ്ഞപ്പോഴേക്ക് സമ്പത്ത് മുഴുവനും കൊണ്ടുപോയി നിക്ഷേപിക്കുകയും അതിപ്പോൾ നഷ്ടപ്പെട്ട സങ്കടം പറഞ്ഞ് കരയുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ക്ലിപ്തമായ ഒരു സംഖ്യ പറഞ്ഞാൽ അത് പലിശയാണ്, ഹറാമാണെന്ന് അറിയാത്തവരുണ്ടോ? നമുക്ക് വരുമാനമുണ്ടായാൽ പോരല്ലോ, ആ വരുമാനം ഏത് രൂപത്തിലാണെന്ന് നമ്മൾ ആലോചിക്കണ്ടേ. നമ്മളെ പ്രിയപ്പെട്ട മക്കൾ നന്നാവണ്ടേ. ബഹുമാനപ്പെട്ട യാഫി ഇമാം റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇർശാദുൽ യാഫിയിൽ രേഖപ്പെടുത്തുന്നതായി കാണാം. ബഹുമാനപ്പെട്ട അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം മഹാനവറുകൾ പഠിപ്പിക്കുന്നതായി കാണാൻ കഴിയും. 40 മാസത്തോളം അല്ലാഹുവിനോടൊരു കാര്യം അല്ലാഹുവിനോട് ചോദിച്ചിട്ട് ബഹുമാനപ്പെട്ട അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു പറയാണ്, എന്റെ പ്രാർത്ഥന അല്ലാഹ് സ്വീകരിക്കുന്നില്ല. 40 മാസക്കാലം അല്ലാഹുവിനോട് ദുആ ചെയ്തിട്ട് അല്ലാഹു തആല പ്രാർത്ഥന സ്വീകരിക്കുന്നില്ല. മഹാനവറുകൾ ആലോചിച്ചു, റബ്ബേ എന്താ കാരണം? ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു ഹറാമും ചെയ്തിട്ടില്ലല്ലോ, ഒരു കറാത്ത് പോലും അറിഞ്ഞുകൊണ്ട് ഞാൻ ചെയ്തിട്ടില്ല. നമുക്ക് ഇപ്പൊ ചെയ്ത തെറ്റാണോ നേരത്തെ ചെയ്ത തെറ്റാണോ സംശയം ഉണ്ടാവുള്ളൂ. മഹാനവറുകളുടെ സംശയം എന്താണ്? പടച്ചോനെ, ഞാൻ ഒരു ഹറാമും ചെയ്തിട്ടില്ലല്ലോ, അറിഞ്ഞുകൊണ്ടൊരു കറാഹത്ത് പോലും ഞാൻ എന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടില്ലല്ലോ, പിന്നെ എന്താണ് റബ്ബേ എന്റെ പ്രശ്നം എവിടെയാണ്? മഹാനവറുകൾ തന്റെ ഉമ്മാന്റെ അടുക്കലേക്ക് ചൊല്ലുന്നു. ഉമ്മ മഹദിയാണ്, സ്വാലിഹത്താണ്. ആ ഉമ്മയോട് ചോദിക്കുന്നു, ഉമ്മാ, 40 മാസമായി ഞാൻ എന്റെ റബ്ബിനോടൊരു കാര്യം ചോദിക്കുന്നുണ്ട്, എന്റെ റബ്ബിനിക്ക് ഉത്തരം തരുന്നില്ല. ഞാനൊരു തെറ്റും ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയില്ല. എന്റെ ഉമ്മയെങ്ങാനും എന്നെ ഗർഭത്തിലിരിക്കുമ്പോൾ വല്ല തെറ്റും ചെയ്തോ ഉമ്മ?
ബഹുമാനപ്പെട്ട അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ പറയുന്നത്, മോനെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, പക്ഷേ തെറ്റാണെന്ന് തോന്നിപ്പോകുന്ന ഒരു കാര്യം എനിക്കിപ്പോ ഓർമ്മ വരുന്നു. നിന്റെ ഉപ്പ അഥവാ എന്റെ ഭർത്താവ് ഞാൻ ഗർഭിണിയായിരിക്കുമ്പോൾ അല്പം പായസം ഉണ്ടാക്കാനുള്ള വസ്തുക്കൾ എന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നു. അങ്ങനെ ആ വസ്തുക്കൾ ഉപയോഗിച്ച് നല്ല പാലട ഉണ്ടാക്കി പായസം ഉണ്ടാക്കിയിട്ട് അമ്മായുമ്മ അഥവാ നിന്റെ ഉപ്പയുടെ ഉമ്മ എല്ലാവർക്കും നൽകി ഉണ്ടാക്കിയത് ഞാനാണ്. പക്ഷേ എല്ലാവർക്കും അത് വിതരണം ചെയ്തു. ഉമ്മ എനിക്കു മാത്രം അതിൽ നിന്ന് ലേശവും തന്നില്ല. എല്ലാവർക്കും കൊടുത്തു, പക്ഷെ എനിക്ക് മാത്രം തന്നില്ല. ഞാനിങ്ങനെ ആലോചിച്ചു, റബ്ബേ ഇതുണ്ടാക്കിയത് ഞാനും കൂടെ കൂടിയിട്ടല്ലേ, ഇതിന്റെ കൊണ്ടുവന്നത് എന്റെ ഭർത്താവല്ലേ, പിന്നെ എന്തേ എനിക്കും കൂടെ അവകാശപ്പെട്ടതല്ലേ. ഉമ്മ എടുത്തു വെച്ച സ്ഥലത്തു നിന്ന് ഉമ്മയറിയാതെ ആ പായസം എടുത്ത് ഞാൻ കഴിച്ചിട്ടുണ്ട് മോനെ. ബഹുമാനപ്പെട്ട അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു പറയാണ്, ഉമ്മ നിങ്ങളെ കുടിച്ച പായസം കാരണം എന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്. ഇത് ഞാൻ പറയുന്നത് ഓൺലൈൻ പ്രഭാഷണമാണെന്ന ഓർമ്മയോടുകൂടി തന്നെയാണ് പറയുന്നത്, വിശ്വാസികളോടാണ്. മുഅ്മിനീങ്ങളെ